ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണക്കാലമായതുകൊണ്ട് ഓണമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ കുറച്ച് ഓണത്തിന് വെയർ ചെയ്യാൻ പറ്റിയ ടൈപ്പ് കുറച്ച് കമ്മലുകൾ ഇരിപ്പുണ്ട്. അപ്പോൾ ആരെങ്കിലും ഓണത്തിന് ഇനിയിപ്പോൾ എങ്ങനത്തെ ടൈപ്പ് വാങ്ങണം കമ്മലെന്ന് ആലോചിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള ഐറ്റംസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം വാങ്ങിക്കാമല്ലോ. എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ കണ്ടിട്ട് പിന്നെ കൺഫ്യൂഷനിൽ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ആവും എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തത്, എൻ്റെ കയ്യിൽ കുറേ ജിമിക്കുകൾ ഇരിക്കുന്നുണ്ട്. ജിമിക്ക് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു ഐറ്റം കൂടിയാണ് കേട്ടോ. എന്തെങ്കിലും ഫംഗ്ഷനുകൾ വരുമ്പോൾ മാത്രമാണ് ഞാൻ ഹെവി ആയിട്ടുള്ള കമ്മലുകൾ യൂസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ വളരെ ചെറിയ കമ്മലുകളാണ് കേട്ടോ യൂസ് ചെയ്യാറ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള അത്യാവശ്യം വലിപ്പമുള്ള എന്നാൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കുന്ന രീതിയിലുള്ള കമ്മലുകളാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിലൊന്നാമത്തെയാണ് ഇത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് ഇത് ഹാങ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ലെങ്ത്ത് കൂടുതലാണ് നോർമൽ ജിമിക്കിനേക്കായി. ഇത് ഇട്ട് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാതെ. ഞാനിപ്പോൾ മുടിയൊക്കെ പൊക്കി കെട്ടി വെച്ചത് കമ്മലിട്ട് കഴിയുമ്പോൾ കമ്മലിൻ്റെ ഭംഗി നിങ്ങൾക്ക് കാണണമല്ലോ എന്ന് എഴുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് ഉണ്ടാവുക. കുറച്ച് ലോങ് ആണ്, പക്ഷെ എപ്പോഴും നമ്മളിങ്ങനെ ലോങ് ആയിട്ടുള്ള കമ്മലുകൾ അല്ലെങ്കിൽ ഇത്തിരി ഹെവി ആയിട്ടുള്ള കമ്മലുകൾ ഇടുമ്പോൾ നമ്മളെ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. സെറ്റ് സാരി കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളെ കാണാൻ നല്ല രസമാണ്. എത്ര ഭംഗിയില്ലാത്ത ആളെ കാണാൻ നല്ല രസമായിരിക്കും. അപ്പം മുടി നല്ല നടുവച്ചിലൊക്കെ ഇട്ടിട്ട് ലൂസായിട്ട് മുടി ലൂസായിട്ട് കെട്ടുന്നതാണ് എപ്പോഴും സെറ്റ് സാരിയും സെറ്റ് മുണ്ടൊക്കെ കൊടുക്കുമ്പോൾ നമ്മളെ കാണാനൊരു ലുക്ക്. ചെവി ഈ ഒരു ഭാഗം ഇത്രയും മറഞ്ഞിരിക്കുന്ന രീതിയിൽ വേണം മുടി നമ്മൾ കെട്ടാനായിട്ട്. കുറച്ച് ടിപ്പുകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്, അത് അടുത്ത വീഡിയോയിൽ പറയാം. എന്തായാലും ഇതേ ആദ്യത്തെ കമ്മലാണ് ഇത്. ഇഷ്ടപ്പെട്ടോ? അപ്പം നിങ്ങൾ ഇങ്ങനത്തെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വാങ്ങിച്ചോളൂ. ഇങ്ങനെയായിരിക്കും അതിൻ്റെ ലുക്ക് വരിക. ഇതൊക്കെ ഞാൻ കമ്മലുകളൊക്കെ വാങ്ങുന്നത് എന്തെങ്കിലുമൊക്കെ അമ്പലത്തിൽ ഉത്സവമോ പള്ളിപ്പെരുന്നാളൊക്കെ വരുമ്പോൾ അവിടെ പോകും. അപ്പം നല്ല റേറ്റ് കുറവ് നല്ല കമ്മലുകൾ കിട്ടും. അപ്പം നെക്സ്റ്റ് ഐറ്റം ദേ ഇതാണ് കേട്ടോ. ഇതൊരു ആൻറ്റീക് ഷെയ്ഡിൽ വരുന്ന കമ്മലാണേ. ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്നതിൽ ഏറ്റവും പഴയ കമ്മൽ. ആൻറ്റീക് അതൊക്കെ ഒരു 2-3 കൊല്ലം മുന്നേ എങ്ങാണ്ട്, 2-3 കൊല്ലമൊന്നുമല്ല, അതിന് മേലെയായി. ഇതിൻ്റെ ലുക്ക് ദേ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇഷ്ടപ്പെട്ടോ? നമുക്കിത് ഗോൾഡൻ കരയൊക്കെ ഉള്ളതിൻ്റെ ഒക്കെ കൂടെ നല്ല അടിപൊളിയായിട്ട് പോകുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ ആൻറ്റീക് ഷെയ്ഡിൽ വരുന്ന. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഐറ്റം. നെക്സ്റ്റ് വൺ വന്നിട്ട് ജിമിക്ക് തന്നെയാണ് എന്നാൽ കുറച്ചും കൂടി മോഡേൺ ആയിട്ട് ഇരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചുരിദാറിൻ്റെ ഒക്കെ കൂടെയും കൂടി ഇടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇതാണ് ഇങ്ങനെ ഒരു ഈ ഷേപ്പിലായിരിക്കുന്നത്. ഇത് ചെറിയൊരു ജിമിക്കുണ്ട്, ചെറിയൊരു മണിയൊക്കെ ആയിട്ട്. എങ്ങനെയുണ്ട്? ഇട്ട് കാണിച്ചു തരാതെ. ഇതൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ കാതിൻ്റെ പരിപാടി തീരും. എൻ്റെ കാത് വലുതാണ്, പക്ഷെ ഇത് കനം കുറവാന്ന് ഇങ്ങനെ പറയാറുണ്ട്. ഇങ്ങനെ ഇവിടെ കട്ടിയുണ്ടെങ്കിലാണ് നമുക്ക് നല്ല കമ്മലുകളൊക്കെ ഇടാൻ പറ്റുള്ളൂ. ഈ ഒരു രീതിയിലിരിക്കും. ഇതിപ്പോൾ ഞാൻ സെറ്റ് മുണ്ട്, സെറ്റ് സാരി, ചുരിദാർ, പിന്നെ നമുക്ക് ലാച്ചയൊക്കെ ഇടൂലേ, അന്നേരമൊക്കെ ഗോൾഡൻ കളർ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കമ്മലാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മളുടെ ഇതാണ് നെക്സ്റ്റ്. ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഞാൻ ഈ കാണിക്കുന്ന കമ്മലിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണം കേട്ടോ. അപ്പം നമ്മളിത് അത്യാവശ്യം ഇങ്ങനെ കുണിക്കൊക്കെ നടക്കാം. നമുക്ക് സാരി സെറ്റ് സാരിയും കൂടി വെക്കുകയാണെങ്കിൽ രസമായിരിക്കും. പിന്നെ കഴിഞ്ഞ ദിവസം ഇത് ഊരിയെടുക്കാനാണ് ഏറ്റവും വലിയ പാട്. എല്ലപ്പോഴും അല്ലേ ഇടണുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഇത്രയും കമ്മൽ ഒരുമിച്ച് ആദ്യം ഇട്ടിട്ടിരുന്നേ. ഞാൻ എവിടെയെങ്കിലും പോണതിന് മുന്നേ കമ്മലുകളൊക്കെ ആദ്യം തലേദിവസം റെഡിയാക്കി വെക്കും, ഏതാ വേണ്ടതെന്നൊക്കെ നോക്കി ഇട്ടൊക്കെ. അപ്പം നെക്സ്റ്റ് ഐറ്റം ഇതാണ് കേട്ടോ. ഇതാണെങ്കിൽ നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ ചേരും. അത്യാവശ്യം സ്റ്റൈൽ ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. ഇനി നെക്സ്റ്റ് വന്നിട്ട് വീണ്ടും ഒരു ജിമിക്കിയാണ്. ഇത് ഒരു സിൽവർ ടൈപ്പ് വരുന്ന ഒരു ജിമിക്കാണ്. ഇതാണ് കേട്ടോ. ഇതിടുമ്പോൾ നമുക്കൊരു പ്രത്യേക ഭംഗിയാണേ. അത് ഞാനിതിട്ട് ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചർമാർ പറഞ്ഞു ഇന്ന് കാണാൻ എന്തോ പ്രത്യേക ഒരു ഐശ്വര്യം ഉണ്ടല്ലോ എന്ന്. നോക്കാം, ഇട്ട് നോക്കാം. എന്തെങ്കിലും പ്രത്യേകത തോന്നിയോന്ന് നിങ്ങൾ പറയണേ.
ജിമിക്കൊക്കെ ഇട്ട് കാണാൻ നല്ല രസമല്ലേ? എൻ്റെ കാത് എങ്ങനെയുണ്ട്? രസമുണ്ടോ? മുടി ലൂസാക്കി കെട്ടണം കേട്ടോ. ഞാൻ പിന്നെ പറയാം, നിങ്ങൾ മുടി ലൂസാക്കി ഈ ചെവിയുടെ ഇത്രയും ഭാഗം ഇങ്ങനെ മുടി എടുത്തിട്ട് ഇങ്ങനെ കെട്ടുവാണെങ്കിൽ കുറച്ച് മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കൂടി ഇട്ടാൽ പൊളി. എങ്ങനെയുണ്ട്? അപ്പോൾ നെക്സ്റ്റ് കമ്മൽ അടിപൊളിയല്ലേ? അടുത്തത് ഇതിൻ്റെ കൂടെ ഞാൻ വേറെ ഒരെണ്ണം കൂടി, ഇത് പള്ളിപ്പെരുന്നാളിന് പോയപ്പോൾ വാങ്ങിച്ചാട്ടോ. ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാളിന് വാങ്ങിച്ചതാണേ. അപ്പം നിങ്ങൾക്ക് ഞാനൊരു ടിപ്പ് തരാം. കമ്മലുകളൊക്കെ നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങുമ്പോൾ ഭയങ്കര റേറ്റ് ആയിരിക്കും. ഇങ്ങനത്തെ സാധനങ്ങൾക്ക് 150 രൂപ, 130, 200 ആ റേഞ്ചിൽ വരും. പക്ഷെ നമ്മളൊരു പള്ളിപ്പെരുന്നാളോ അമ്പലത്തിലോ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ 40 രൂപ റേഞ്ചിലായിരിക്കും ഇങ്ങനെയുള്ള കമ്മൽ കിട്ടണേ. അപ്പം ഞാൻ കമ്മൽ വാങ്ങാൻ വേണ്ടി മാത്രം പള്ളിപ്പെരുന്നാളിനൊക്കെ പോകാറുണ്ട്. നെക്സ്റ്റത്തെ ഐറ്റം വന്നിട്ട് അതൊരു ജിമിക്ക് തന്നെയാണ്, പക്ഷെ ഇങ്ങനത്തെ മോഡല്. ഇത്ര നേരം നമ്മൾ കണ്ട് റൗണ്ട് ഷേപ്പൊക്കെ അല്ലേ? ഇതൊരു എന്ത് ഷേപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. അതെ, എൻ്റെ അടിവശം ഇങ്ങനെ ഇരിക്കും. ഇട്ട് കാണിച്ചു തരാം. അപ്പം ഇതാണേ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണത്തിന് എടുത്താണ് കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ റെഡ് ഷെയ്ഡ്, റെഡാണ് വരുന്നത് ഇതിൻ്റെ കളറ്. താഴത്തെ മുത്തിന് ഇത് ഇച്ചിരി നീളം കൂടിപ്പോയി. എൻ്റെ കഴുത്തിന് ഓൾറെഡി നീളം കൂടുതലാണ്. അതിൻ്റെ കൂട്ടത്തിൽ നീളം ഒത്തിരി കൂടിയതിട്ടാ അത്ര കാല് വേനെടുക്കണം, അത്ര ഭംഗി ഉണ്ടാവില്ല. എന്നാലും ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബ്ലൗസ് റെഡ് ആയതുകൊണ്ട് ഞാൻ റെഡ് ചൂസ് ചെയ്താണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് കോൺട്രാസ്റ്റ് കളറിൻ്റെ ഒക്കെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പച്ച ബ്ലൗസൊക്കെ ആണെങ്കിലും നമുക്ക് റെഡ് ഇടുമ്പോൾ രസമായിരിക്കും. ഇത് എങ്ങനെയുണ്ട്? ഏതാ നല്ലത്? നിങ്ങൾക്കിതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് പറയണം കേട്ടോ. കാതെന്ന് തന്നെ പ്രാഗിക്കൊല്ലും കണ്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ വെറൈറ്റി ഓഫ് ജിമിക്കുകളുണ്ട്. അപ്പോൾ എനിക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും ഇടാം. ഇനി ഇപ്പോൾ ജിമിക്കി പോലത്തെ ഇരിക്കുന്ന ഒരു വെറൈറ്റി സാധനം ഞാൻ ഇങ്ങനത്തെ ആദ്യമായിട്ടാണ് വാങ്ങണേ. ജിമിക്കി അല്ല, പക്ഷെ നമുക്ക് സാരിയുടെ ഒക്കെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് ഈ കമ്മലുകളൊക്കെ ഇട്ടിരിക്കുന്ന ഫോട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ഈ ബ്ലാക്ക് പിന്നെ സിൽവർ ഒക്കെ ഉള്ള അങ്ങനത്തെ ബ്ലൗസൊക്കെ ഇടുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു ഷെയ്ഡ് പെയർ ചെയ്യുകയാണെങ്കിൽ കിട്ടില്ലെന്നായിരിക്കും കേട്ടോ. ബ്ലാക്ക് ഔട്ട് ബ്ലൗസിൻ്റെ ഒക്കെ കൂടെ ഇത് വളരെ സൂപ്പറാണ്. ഇങ്ങനെ ഇരിക്കും. ജിമിക്കി അല്ല, പക്ഷെ എന്നാൽ ഓണത്തിന് സെറ്റ് സാരിയൊക്കെ ഉടുക്കുമ്പോൾ ഇടാൻ പാകത്തിനുള്ള ഒരു കമ്മൽ. കാതിൽ ഇങ്ങനെ ഉണ്ടെന്ന് തോന്നും. പിന്നെ കുറച്ച് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴായിരിക്കും അതിൻ്റെ രസം വന്നത്. നമ്മളിങ്ങനെ വെറുതെ കാണുമ്പോൾ അത്രയൊന്നും തോന്നൂല. എങ്ങനെയുണ്ട്? നെക്സ്റ്റ് ഇനിയുള്ളത് ജിമിക്കികളല്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഇത്രേ ഉള്ളൂ ജിമിക്കി പോലെയുള്ള ഐറ്റംസ്. ഇനി ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെ ഓണത്തിന് വെയർ ചെയ്യാൻ പറ്റുന്ന 2-3 കമ്മലും കൂടി ഉണ്ട്. അതും കൂടി ഞാൻ കാണിക്കാം. നെക്സ്റ്റ് വന്നിട്ട് എനിക്ക് കൂടുതലും ബ്ലാക്ക് ഷെയ്ഡ് അല്ലെങ്കിൽ ആ ഒരു ഷെയ്ഡ് സിൽവർ ഷെയ്ഡൊക്കെ ആട്ടോ എനിക്കിഷ്ടം. നെക്സ്റ്റ് ഐറ്റം ഇതാണ്. ഇതുണ്ടല്ലോ ചുരിദാറിൻ്റെ കോളറുള്ള ചുരിദാറുകളുടെ കൂടെയൊക്കെ ടോപ്പിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകട്ടോ. ഇത് ഞാൻ എൻ്റെ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്ക് ഒരു റെഡ് ടോപ്പാണ് തയ്ച്ചായിരുന്നേ. അതിൻ്റെ കൂടെ ഇതിട്ടിട്ട് നിങ്ങൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് നിങ്ങൾ വെറൈറ്റി ആയിട്ട് വേണമെങ്കിൽ കോളറുള്ള ബ്ലൗസ് തയ്ച്ചു നോക്ക്. പൊള്ളി ലുക്കായിരിക്കും. ഇപ്പം നോർമൽ നമ്മൾ കാണുന്നതിനേക്കാളും എന്തോ ഒരു പ്രത്യേക ലുക്ക് ഫീൽ ചെയ്യും. എന്നിട്ട് ഇതുപോലെയുള്ള വലിയ കമ്മലിടണം. ഇതുണ്ടോ, ഈ വലിയ കമ്മലിടുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ മുടി ഇങ്ങനെ കെട്ടി വെച്ചാലും ഇത് ചേരും. എങ്കിലും ലൂസാക്കി കെട്ടുമ്പോഴാണ് നല്ല. കോളറൊക്കെ ഇടുമ്പോൾ നമ്മൾ പോണിറ്റെയിൽ കെട്ടും, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കെട്ടി വെക്കുകയാണെങ്കിൽ ഭയങ്കര നമ്മുടെ ബ്ലൗസും നമ്മുടെ കമ്മലൊക്കെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും.
അപ്പം നിങ്ങൾ ഈ ഒരു ടിപ്പ് ഓണത്തിന് ഉപയോഗിച്ച് നോക്കൂ. എങ്ങനെയുണ്ട് ഈ കമ്മൽ? ഇതെല്ലാം 100 രൂപയ്ക്ക് താഴെ റേറ്റിൽ ഞാൻ വാങ്ങിച്ച കമ്മലുകളാണ് കേട്ടോ. നമ്മൾ ഏറ്റവും വലിയ കമ്മലുകൾ റേറ്റ് കുറച്ച് കിട്ടുന്നിടത്തുനിന്ന് നിങ്ങൾ വാങ്ങിച്ച് വെക്കുക എപ്പോഴും. കാരണം നമുക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാൻ നല്ലതായിരിക്കും. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ കമ്മലാണ് അടുത്തത്. ഇത് ഞാൻ എൻ്റെ കാതിന് ഇത് കുറവായതുകൊണ്ട്, കട്ടി കുറവായതുകൊണ്ട് ഇത് അധികം യൂസ് ചെയ്യാറില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കമ്മലാണ് ഇത്. ഇങ്ങനത്തെയും നമുക്ക് ഓണത്തിൻ്റെ ടൈമിൽ പെയർ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കോളർ ടൈപ്പ് ഇതൊക്കെ ഇടുമ്പോൾ ഇങ്ങനത്തത് നല്ലതാണ്. ഇപ്പോൾ ഇത്രയും വലിയ കമ്മലൊക്കെ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാല വളരെ സിമ്പിളായിട്ടുള്ള മാല, ലോങ് ആയിട്ടുള്ള മാലകളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇതിപ്പോൾ ചെവി വേന എടുക്കണ്ട എനിക്ക്, കണ്ടോ? ഇത് മുടി അഴിച്ചിടുമ്പോൾ ഇടാനായിട്ട് അടിപൊളി. പൊക്കി കെട്ടണേക്കായും അഴിച്ചിടുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി വരുന്നത്. അഴിച്ചിടുവോ അല്ലെങ്കിൽ എങ്ങനെയുണ്ട്? കണ്ടോ? എൻ്റെ ഫേസ് വലുതാണ്, അപ്പോൾ എനിക്ക് ഇതുപോലത്തെ വലിയ കമ്മലൊക്കെ ചേരും. അപ്പോൾ നിങ്ങളുടെ ഫേസ് ചെറുതാണെങ്കിൽ ഉള്ളതിൽ വലിയ ഒത്തിരി ചെറുതല്ല പക്ഷെ ഒത്തിരി വലുതല്ലാത്ത ഒരു മീഡിയം ടൈപ്പ് കമ്മലുകൾ ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. കാരണം നമ്മുടെ ഫേസിന് ചേർന്ന രീതിയിലുള്ള കമ്മലുകൾ ഉപയോഗിക്കുമ്പോഴാണ് ടോട്ടൽ ഒരു ബ്യൂട്ടി നമുക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നെക്സ്റ്റ്. ഇനി ലാസ്റ്റ് ഒരു കമ്മലും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ കമ്മലിൻ്റെ കളക്ഷൻ കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ കോളേജിലൊക്കെ പോവുകയാണെങ്കിൽ 1-2 പെയർ കമ്മലുകളും കൂടി നിങ്ങളുടെ കയ്യിൽ കരുതി വയ്ക്കുക. എന്നിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഫേസ് മാത്രമൊക്കെ ആയിട്ട് എടുക്കണമെങ്കിൽ, ഇനി ബ്ലൗസ് കാണണ്ടെന്നുണ്ടെങ്കിൽ മുടി അഴിച്ചിട്ടിട്ട് സാരിയുടെ തുമ്പ് അഴിച്ചിടുക, എന്നിട്ട് മുടി ഫ്രണ്ടിലേക്ക് ഇടുക. അപ്പോൾ ഇവിടെ ബ്ലൗസിൻ്റെ കളറും മറഞ്ഞു, നമ്മുടെ ഈ ഇവിടുത്തെ കാണുന്ന ബ്ലൗസും മറഞ്ഞിരിക്കും. പിന്നെ ഈ കമ്മലുകൾ ഇട്ടിട്ട് ഫേസും ഈ ഒരു ആംഗിളിൽ നിന്ന് ഇങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാരി കമ്മലും ഒക്കെ കിട്ടാൻ പാകത്തിന് നല്ലൊരു ഫ്രെയിമായിരിക്കും അത്. അപ്പോൾ നിങ്ങൾക്ക് പല പല കമ്മലുകൾ മാറ്റിയിട്ടാൽ പല പല ടൈമിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ലാസ്റ്റ് കമ്മൽ, ഇത് നിങ്ങൾക്ക് ഓണത്തിന് യൂസ് ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞില്ല, ഫേസൊക്കെ വളരെ ചെറുതായിട്ടുള്ള ആളുകൾ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് ഇങ്ങനത്തെ ഈ ഒരു രീതിയിലുള്ള ഇതെനിക്ക് ചേട്ടായിയാണോ ചേച്ചിയാണോ വാങ്ങിച്ച് തന്നതാ. കുറേ നാളായി ഞാനിത് അധികം ഒരു പ്രാവശ്യം കണ്ട ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. എങ്ങനെയുണ്ട്? എൻ്റെ കാത് ചുവന്നു. ഇതും കൂടി ഇട്ട് കാണിച്ചു തരാം. നിങ്ങളെപ്പോഴും കമ്മലിടുമ്പോഴേ അതിൻ്റെ കൂടെ ബട്ടൺസും കൂടി ഇടാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ കാതിന് വലിയ പ്രശ്നം വരില്ല. ഇപ്പം നമുക്ക് എങ്ങനെയുണ്ട്? എല്ലാം അത്യാവശ്യം വലിയ കമ്മലുകളാണ് കേട്ടോ. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന കളക്ഷൻസ് കമ്മലിൻ്റെ. നിങ്ങൾക്ക് ഇതുപോലത്തെ വേണമെങ്കിൽ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാം. ഇതാണ് എൻ്റെ കളക്ഷൻ. ഇതെനിക്ക് ഒത്തിരി ഐറ്റം ഡ്രസ്സിന് പെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. അപ്പോൾ നിങ്ങൾ പറ്റുന്ന ടൈമിലൊക്കെ വില കുറഞ്ഞ കമ്മലുകളൊക്കെ കിട്ടുമ്പോൾ വാങ്ങിച്ച് നിങ്ങളുടെ നിങ്ങളുടെ കളക്ഷനിൽ സൂക്ഷിക്കുക. അപ്പം നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെയും പെയർ ചെയ്ത്, ഇപ്പോൾ ചുരിദാറിൻ്റെ കൂടെയോ സാരിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഓണം നിങ്ങൾക്ക് അടിപൊളിയാവട്ടെ. ഓണവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസും കൂടി വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. ബൈ ബൈ.